നമസ്കാരം. SSC MDS എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ MDSൻ്റെ റീസണിങ്ങിൻ്റെ ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ അനലോഗി എന്ന് പറഞ്ഞൊരു ക്ലാസ് എടുത്തു. ആ അനലോഗിയുടെ ക്ലാസ്സിൽ നമ്മൾ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ ആൽഫബറ്റ് അനലോഗി ആയിരുന്നു ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്പർ അനലോഗിയാണ്. അപ്പോൾ ആ ആൽഫബറ്റ് അനലോഗിയൊക്കെ മനസ്സിലായവർക്ക് ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ അതേ രീതിയിൽ എന്ത് ചെയ്താൽ മതി, നമ്പേഴ്സിനെ കണക്ട് ചെയ്താൽ മതി. ആ നമ്പേഴ്സ് തമ്മിലുള്ള കണക്ഷൻ വെച്ചിട്ടാണ് ഇവിടെ നമ്പർ അനലോഗിയിൽ വരുന്നത്. അപ്പോൾ ഇതും വളരെ എളുപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പ് പറയാനുള്ളത്, നമ്മുടെ ദിശ അക്കാഡമി ദിശ ആപ്പ് വഴിയായിട്ട് നമുക്ക് SSC MDSൻ്റെ ഒരു ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ യൂട്യൂബിൽ എടുക്കുന്ന ക്ലാസ്സുകൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഈ ക്രാഷ് കോഴ്സ് വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അത് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ക്രാഷ് കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് SSCയുടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ലഭിക്കുന്നതാണ് നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ. അതേപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലൈവായിട്ട് കേൾക്കാൻ പറ്റാത്തവർക്കാണ് അതേ ക്ലാസ്സുകൾ തന്നെ നമ്മൾ റെക്കോർഡറായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് അത് കേൾക്കാം. അതേപോലെ മെൻ്റൽ സപ്പോർട്ട്, നോട്ടുകൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. MDSൻ്റെ എക്സാമൊക്കെ ഇങ്ങനെ അടുത്തു. MDSൻ്റെ എക്സാമിന് എല്ലാവരും അപ്ലൈ ചെയ്തെന്ന് കരുതുന്നു. അപ്പം ഈ ഒരു അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ദിശ ആപ്പ് വഴിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്പർ അനലോഗി പറയുകയാണെങ്കിൽ, നമ്പർ അനലോഗിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പേഴ്സ് തമ്മിലാണ്. അപ്പം നമ്പേഴ്സ് തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറയുമ്പം അവിടെ എങ്ങനെയൊക്കെ വരാം. അപ്പോൾ നമുക്കൊരു പെയർ തരും. അപ്പോൾ ആ പെയർ പോലെ കണക്ട് ചെയ്യുന്നത് ചോദിക്കുക, അല്ലെങ്കിൽ ആ പെയർ വന്നിട്ട് ഒരു നമ്പർ വന്നിട്ട് അടുത്ത മിസ്സിങ് ചോദിക്കുക. അപ്പോൾ അത് ആ ഒരു കണക്ഷൻ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടാണ് അടുത്ത ആളെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയൊക്കെ വരാമെന്ന് ചോദിച്ചാൽ, ഒരു സ്പെസിഫിക് നമ്പർ ആഡ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ ആകാം, അല്ലെങ്കിൽ ഡിവിഷൻ ആകാം, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനോ അഡീഷനോ ഒരു കോമ്പിനേഷനായിട്ട് വരാം. അങ്ങനെ പല പല രീതിയിൽ വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ, ഇപ്പോൾ നമുക്കിവിടെ നിങ്ങൾ ടേബിള്, ഓക്കെ, ടേബിള് നമ്പേഴ്സിൻ്റെ ടേബിള് 20 വരെയുള്ള അപ് ടു 20 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നിങ്ങൾക്കത് മാത്സിൻ്റെ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് മാത്സിന് മാത്രമല്ല, റീസണിങ്ങിന് ഇതൊക്കെ ആവശ്യമാണ്. നിങ്ങൾക്ക് ടേബിള് ഇതിൽ കൂടുതൽ പഠിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. 20 വരെ നിങ്ങൾ മിനിമം പഠിച്ചു വെക്കണം. കാരണം അത് നമുക്ക് റീസണിങ്ങിന് ആവശ്യമാണ്. ഓക്കെ, അതേപോലെ നമുക്ക് ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്തും ഡിവൈഡ് ചെയ്തും മാത്രമല്ല, സ്ക്വയർ, ക്യൂബ് തുടങ്ങിയ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തും വരാം. അപ്പോൾ നിങ്ങൾ സ്ക്വയർ നമ്പേഴ്സിൻ്റെ സ്ക്വയറുകൾ കാണാതെ പഠിക്കണം. അത് നിങ്ങൾക്ക് എത്ര നമ്പർ വരെ പഠിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. കുറഞ്ഞത് നിങ്ങൾ 20 വരെയുള്ള 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയറുകൾ എങ്കിലും അറിഞ്ഞിരിക്കണം. മിനിമം അത്രയെങ്കിലും ബേസായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 30 വരെയുള്ള നമ്പറുകളുടെ സ്ക്വയറുകൾ ക്ലിയർ ആയോ? നിങ്ങൾക്ക് അത് മാക്സിമം എത്ര വരെ നമ്പേഴ്സ് പഠിക്കാവോ അത്രയും നല്ലതാണ്. പക്ഷേ 30 വരെ നിങ്ങൾ മിനിമം ആ 30 വരെയുള്ള നമ്പറുകളുടെ സ്ക്വയർ അറിഞ്ഞിരിക്കണം. അതേപോലെ ക്യൂബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മാക്സിമം എത്രയും പഠിക്കാവോ അത്രയും നല്ലതാണ്. 20 വരെയുള്ള നമ്പറിൻ്റെ 20 വരെയുള്ളതിലും കുഴപ്പമില്ല. 15 വരെയുള്ള നമ്പറിൻ്റെ ക്യൂബുകൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. 15 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതേപോലെ ചില ക്വസ്റ്റ്യന് നമുക്ക് പ്രൈം നമ്പേഴ്സ് ആവശ്യമായിട്ട് വരും. ക്ലിയർ ആയ പ്രൈം നമ്പേഴ്സ് നമുക്ക് ചില ക്വസ്റ്റ്യനുകളിൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മാത്സിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ തന്നെ നമുക്ക് ഇവിടെ നമ്പർ അനലോഗിയുടെ ടോപ്പിക്ക് വരുമ്പോൾ ഇവിടെ നമുക്കതെല്ലാം ആവശ്യമാണ്. ഇത് തന്നെ സീരീസിനകത്ത് നമുക്കിതൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പം ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇത് പഠിച്ചു വെച്ചാൽ മാത്രം പോരാ, നമ്മൾ ക്വസ്റ്റ്യൻസൂടെ കണ്ട് ശീലിച്ചാലേ, ക്വസ്റ്റ്യൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് അറിഞ്ഞാലേ കുറച്ചും കൂടി നമുക്ക് എക്സാമിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ രീതികളും കാര്യങ്ങളും നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധയോടെ ഇരിക്കുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് MDSന് തന്നെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നേക്കുന്നത്. സെലക്ട് ദ നമ്പർ പെയർ ഇൻ വിച്ച് ദ 2 numbers ആർ റിലേറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ആർ ദ 2 numbers ഓഫ് ദ ഗിവൺ നമ്പർ പെയർ. ഈ ഒരു 2 പെയർ ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഈ പെയറിൽ എങ്ങനെയാണോ നമ്പേഴ്സിനെ കണക്ട് ചെയ്തേക്കുന്നത് അതേപോലെ വരുന്ന ഓപ്ഷനിലെ പെയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കി, 1695 635 1695 വന്നെങ്കിൽ 635 വന്നെങ്കിൽ അതേപോലെ വരുന്നൊരു പെയർ ഏതാണ്? അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. 16ൻ്റെ കൂടെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണോ 95? അങ്ങനെ ആ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 79 വരും. 79 + 16. പക്ഷേ ഇവിടെ വരുമ്പോൾ 79 അല്ലല്ലോ ആഡ് ചെയ്യുന്നത്. ഇവിടെ വരുമ്പോൾ എത്ര? 29 ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതൊരു കണക്ഷനായിട്ട് കിട്ടത്തില്ല. ഒന്നുകൂടെ നോക്കിയാൽ മൾട്ടിപ്പിൾ വല്ലതും ആണോ, 16ൻ്റെ മൾട്ടിപ്പിൾ വല്ലതും ആണോ? അപ്പോൾ അവിടെയാണ് നമ്മൾ ടേബിൾ കാണാതെ പഠിക്കുന്നതിൻ്റെ പ്രയോജനം. 16 × 6 എത്രയാണ്? 96 ആണ്. പക്ഷെ വന്നേക്കുന്നത് എന്താണ്? 95 ആണ്. അതായത് 96 എന്നൊരു 1 സബ്ട്രാക്ട് ചെയ്താൽ 95 വരത്തില്ലേ? അപ്പോൾ
ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ഒരിടത്ത് ഇങ്ങനെ ഒരു കണക്ഷൻ കിട്ടിയെന്ന് കരുതി ഇത് ഉറപ്പിക്കരുത്. 2 നമ്പർ പേരുകൾ തന്നിട്ടുണ്ടെങ്കിൽ, ഒരെണ്ണം തന്നിട്ടുള്ള കുഴപ്പമില്ല, 2 പേരുകൾ തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ പേരിൽ ഇത് തന്നെ പോസിബിൾ ആണോ നോക്കണം, ഇവിടെ അതേപോലെ തന്നെ വരുന്നുണ്ടോ നോക്കണം. അങ്ങനെ വന്നാലേ എന്താവും, ഈ ഒരു നമ്മൾ കണ്ടുപിടിച്ചൊരു സാധനം ഉറപ്പിക്കാവും. ഇപ്പോൾ ഇവിടെ അങ്ങനെ വരുന്നുണ്ടോ, 6 × 6 36 ആണ്, -1 ചെയ്താൽ 35 കിട്ടത്തില്ലേ. അപ്പോൾ നമുക്ക് അവിടെ വെച്ചത് ഉറപ്പിക്കാം. എന്താണ് ഇവിടുത്തെ ബന്ധം എന്ന് വെച്ചാൽ ×6 - 1, അതായത് മൾട്ടിപ്ലിക്കേഷൻ്റെയും സബ്ട്രാക്ഷൻ്റെയും ഒരു കോമ്പിനേഷനായിട്ട് വരും. ക്ലിയർ ആയ, മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷൻ്റെയും ഒരു കോമ്പിനേഷനായിട്ട് വരും. ഇപ്പം മൾട്ടിപ്ലിക്കേഷൻ അഡീഷനും വരാം, ഡിവിഷനും അഡീഷനും വരാം, അങ്ങനെ പല രീതിയിൽ വരാം. ക്ലിയർ ആയ. അപ്പോൾ ഇതേപോലെ വരുന്ന പെയർ ഏതാണെന്നല്ലേ, അതായത് ആദ്യത്തെ നമ്പറിനെ 6 കൊണ്ട് ഗുണിക്കുക, 1 കുറയ്ക്കുക, ആ രീതിയിൽ വരുന്ന പെയർ ഓപ്ഷനിൽ നോക്കിയാൽ എന്തായാലും ഇത് വരത്തില്ല, കാരണം ഇത് അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആണ്. 8 × 6 6 തന്നെയാണ്, അവിടെ കുറയ്ക്കുന്നില്ല, 8 × 6 തന്നെയാണ് 48. ഓക്കെ, 13 അതാണ് നമ്മുടെ ടേബിൾ. ഇവിടെ ടേബിൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് ഓർക്കാം. 13 × 6 എത്രയാണ്, 78 ആണ്. -1 ചെയ്യുമ്പോൾ 77 കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ളത് ചെക്ക് ചെയ്യണമെന്നില്ല, അപ്പോൾ നമ്മളിനി ഡി നോക്കണമെന്നില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങളിപ്പോൾ എക്സാമിന് ചെയ്യുമ്പം ഓപ്ഷൻ എ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളത് നോക്കണ്ട, അവിടെ വെച്ചാൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം അതാണ് ആൻസർ എന്നുള്ളത് ഉറപ്പിക്കാം. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ. 1377 എന്നുള്ള ഈ പെയറാണ് ഇതേപോലെ ഫോളോ ചെയ്യുന്ന പെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് നമ്പർ അനലോഗിയുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ കണ്ട പോലെ ഇങ്ങനെ ഡോട്ട് ഇട്ടൊന്നുമല്ല കൊടുത്തേക്കുന്നത്, ഇങ്ങനെ ആ സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞേക്കാണ്. എന്താ, 21 ഈസ് റിലേറ്റഡ് ടു 147 ഇൻ എ സർട്ടൺ ലോജിക്, ഫോളോയിങ് ദ സെയിം ലോജിക് 32 ഈസ് റിലേറ്റഡ് ടു 224. ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് 52 റിലേറ്റഡ് ടു ഫോളോയിങ് ദ സെയിം ലോജിക്. ഒരു ലോജിക്ക് വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാം. 21 എന്ന് പറയുന്നത് എന്തായി, 147 ആയി. ഓക്കെ, 32 എന്ന് പറയുന്നത് എന്തായി, 224 ആയി. അങ്ങനെയാണെങ്കിൽ 52 എന്താകും? ക്ലിയർ ആയി, 52 എന്ന് പറയുന്ന നമ്പർ എന്താകും? ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, എന്തെങ്കിലും ഒരു സ്പെസിഫിക് നമ്പർ ആഡ് ചെയ്യുവാണോ? സ്പെസിഫിക് നമ്പർ ആഡ് ചെയ്താൽ എന്തായാലും ഇവിടെ 21 നിന്ന് 147 ആഡ് ചെയ്ത നമ്പർ ആവത്തില്ല, കാരണം ആ നമ്പർ തന്നെ ആഡ് ചെയ്താൽ 224 വരെ പോകത്തില്ല. അപ്പോൾ അതെന്തായാലും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നെക്സ്റ്റ് ഞാൻ പറഞ്ഞ പോലെ എന്താ നോക്കണ്ടേ, ഇതിൻ്റെ ടേബിൾ, ഇതിൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക, അതായത് 21ൻ്റെ മൾട്ടിപ്പിൾ ആണോ 147 നോക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ഒരു റേഞ്ച് വെച്ചിട്ട് ഏകദേശം ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ നോക്കി 21 × 7 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക എന്താണ്, 21 × 7 തന്നെയാണ്. അതായത് എക്സാക്ട് 21ൻ്റെ മൾട്ടിപ്പിൾ തന്നെയാണ് 147. അവിടെ നിങ്ങൾ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് അതിൻ്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. അതായത് ×7 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഫസ്റ്റ് നമ്പറിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, സെക്കൻഡ് നമ്പർ കിട്ടും. ഇത് തന്നെ ഇവിടെ അങ്ങനെ വരുന്നുണ്ടോ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒരിടത്ത് കിട്ടിയെന്ന് കരുതി ഉറപ്പിക്കരുത്, അവർ തന്നേക്കുന്ന മറ്റിടത്തും. അതായത് കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട് ഫോളോയിങ് ദി സെയിം ലോജിക്ക്, ഇതേ ലോജിക്ക് തന്നെ ഇവിടെയും പോസിബിൾ ആവണം. ക്ലിയർ ആയി. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. 2 × 7 14, റിമൈൻഡർ 122 കിട്ടുന്നില്ലേ, 224. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അത് കൺഫേം ചെയ്യുക, ഇവിടെ ×7 ആണ്. അങ്ങനെയാണ് നമ്മുടെ ആൻസർ എന്ത് വരും, 52 × 7 ആണ് ഇവിടുത്തെ ആൻസർ. 52 × 7 ചെയ്യുമ്പം 364 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരും. 364 ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഫൈനൽ ആൻസർ വരും. ക്ലിയർ ആയപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് നമ്പർ ആഡ് ചെയ്ത് വരുന്നതെന്ന് നിങ്ങൾ ആദ്യമേ നോക്കുക. അങ്ങനെ വരുന്നില്ല എങ്കിൽ തൊട്ടടുത്ത് നിങ്ങൾ നോക്കേണ്ട മൾട്ടിപ്പിൾ നോക്കുക. ഇനിയിപ്പോൾ ഒരു പക്ഷേ മൾട്ടിപ്പിൾ ആയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അടുത്ത മെത്തേഡ് നോക്കേണ്ടി വന്നേ. ഇപ്പോൾ മൾട്ടിപ്പിൾ ആവുന്നതുകൊണ്ട് നമുക്ക് അവിടെ വെച്ചാൽ ആൻസർ കിട്ടി, 364 ആണ്. ഇതും ഒരു MDSൻ്റെ തന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതും MDSൻ്റെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത 2 ക്വസ്റ്റ്യനിലും 2 നമ്പർ വെച്ചിട്ടായിരുന്നു, പക്ഷേ ഇവിടെ 3 നമ്പറാണ്. ക്ലിയർ ആയ, 3 നമ്പേഴ്സാണ്. അപ്പോൾ ഈ 3 നമ്പറിനെ നമുക്കൊരു കണക്ഷനിൽ കിട്ടണം. ഈ 3 നമ്പറിനെ പരസ്പരം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം, അല്ലാതെ നമുക്ക് അവിടെ ഒരു ലോജിക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതേപോലെ വരുന്ന ഇവിടെ സെറ്റ് എന്നാണ്, കാരണം പേരല്ല, അവിടെ 3 പേരുണ്ടല്ലോ. അപ്പോൾ അതേപോലെ വരുന്ന സെറ്റ് ഏതാണെന്നാണ് നോക്കേണ്ടത്. ക്ലിയർ ആയ. അപ്പോൾ ഇവരുടെ 3 പേരുടെയും ബന്ധം അത് ഇവിടെ മാത്രം സാറ്റിസ്ഫൈ ആയാൽ പോരാ, ഇതിനകത്ത് സാറ്റിസ്ഫൈ ആവണം. ആ രീതിയിലുള്ള ഒരു ബന്ധമാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ നിങ്ങളിത് നോക്കുമ്പം ഞാനൊരു ഇത് പറയാണ്, നമുക്കൊരു സെറ്റിനകത്ത് 3 നമ്പർ തന്നിട്ട് അതിൽ 2 ചെറിയ നമ്പറും ഒരു വലിയ നമ്പറും ആണെങ്കിൽ, ക്ലിയർ, 2 ചെറിയ നമ്പറും ഒരു വലിയ നമ്പറും ആണെങ്കിൽ അവിടെ വരാൻ കൂടുതൽ സാധ്യതയുള്ള, എപ്പോഴും വരണമെന്ന് നിർബന്ധമില്ല, അവിടെ വരാൻ കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് ആ ചെറിയ നമ്പേഴ്സിൻ്റെ സമ്മുമായിട്ടായിരിക്കും ആ വലിയ നമ്പറിന് കണക്ഷൻ വരുന്നത്. ക്ലിയർ ആയോ? ഭൂരിഭാഗം ചാൻസ് ആണ്, അതായത് കൂടുതലും വരാനുള്ള ചാൻസ് ആണ് പറയുന്നത്. എപ്പോഴും ഇങ്ങനെയാണെന്ന് നിർബന്ധമില്ല. ഈ ചെറിയ 2 നമ്പേഴ്സിൻ്റെ സമ്മുമായിട്ടായിരിക്കും ആ വലിയ നമ്പറിന് കണക്ഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമേ അങ്ങനെ നോക്കുക. ഇനി സമ്മുമായിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക,
ആ ചെറിയ നമ്പേഴ്സിൻ്റെ ഡിഫറൻസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുക. ഇനി അതും ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാകാം. അപ്പം ഞാനിത് പറഞ്ഞതേ ഉള്ളൂ, എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. നിങ്ങൾ ആദ്യം അങ്ങനെ ഒരു പോസിബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കി. ഇവിടെ 4ഉം 7ഉം ആണ് കമ്പാരിറ്റീവ്ലി ഈ 55-നേക്കാട്ടിലും ചെറിയ നമ്പേഴ്സ് 4ഉം 7ഉം ആണ്. അപ്പോൾ അവരെ തമ്മിൽ ആഡ് ചെയ്താൽ 4ഉം 7നോട് ആഡ് ചെയ്താൽ എത്ര വരും? 11 വരും. 11 55ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഉണ്ട്. 11 × 5 ആണ് എന്ത് 55 എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് മനസ്സിലായി? ഇവിടെ വരുന്ന ആദ്യത്തെ നമ്പറിനെ മൂന്നാമത്തെ നമ്പറിനെ ആഡ് ചെയ്യുക, ആ കിട്ടുന്ന ആൻസറിനെ × 5 ചെയ്താൽ സെക്കൻഡ് നമ്പർ കിട്ടും, അതായത് നടുക്കത്തെ നമ്പർ കിട്ടും. എങ്ങനെയാണ്? ഫസ്റ്റ് നമ്പർ പ്ലസ് തേർഡ് നമ്പർ, കിട്ടുന്ന ആൻസർ × 5 ചെയ്താൽ എന്ത് കിട്ടും? സെക്കൻഡ് നമ്പർ, അതായത് മിഡിൽ നമ്പർ കിട്ടും. ആ രീതിയിലല്ലേ ഇവിടുത്തെ ഒരു ലോജിക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അത് പോസിബിൾ ആണോ നോക്കുക. 2 + 5 7. ഓക്കെ, 2 + 5 7. 7 × 5 35. ഓക്കെ, അവിടെയും ക്ലിയർ. അവിടെ അങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 5 എന്ന് പറയുന്നത് ഫിക്സ് ആണ്, മനസ്സിലാവും. ഈ 5 എന്ന് പറയുന്നത് ഫിക്സ് ആണ്. അത് എല്ലായിടത്തും 5 തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് ആ ഒരു സെറ്റിനകത്ത് വരുന്ന 5 അല്ല നമ്മൾ ഫിക്സഡ് ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇവിടെയും വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ വരുന്ന രീതിയിലുള്ള സെറ്റ് ഏതാണെന്ന് നോക്കി. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നോക്കി, ഇവിടെ ഓപ്ഷൻസിനകത്ത് വലിയ നമ്പേഴ്സ് ആണ്, പക്ഷെ നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നോക്കി, 41 + 7 48. ഓക്കെ, 48 × 5 അല്ലേ. അപ്പോൾ ഞാൻ വേറെ എളുപ്പവഴി പറയാം. ഇപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ആഡ് ചെയ്യുന്ന നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് 5ന്റെ ടേബിൾസിൻ്റെ പ്രത്യേകത അറിയാവുന്നവരാണെങ്കിൽ ഒരു കാര്യം അറിയാം. 5ന്റെ ടേബിൾസിൻ്റെ പ്രത്യേകത എന്താ? 5ന്റെ ടേബിളിലെ ആ നമ്പേഴ്സ് എല്ലാം അവസാനിക്കുന്ന ഒന്നെങ്കിൽ 0-ലായിരിക്കും അല്ലെങ്കിൽ 5-ലായിരിക്കും. അതായത് നടുക്ക് വരേണ്ട നമ്പർ ഒന്നെങ്കിൽ 0-ലോ 5-ലോ അവസാനിക്കണം. നിങ്ങൾക്ക് അങ്ങനെ നോക്കിയാൽ തന്നെ എന്ത് ചെയ്യുക? ആൻസർ സ്പോട്ട് ചെയ്യുക. ഇവിടെ ഓപ്ഷൻ അത്രയും ആ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ 0 അല്ല 5 അല്ല, ഇവിടെ അല്ല, ദാണ്ട് ഇവിടെ ഒരു 5 വന്നു. ഇപ്പോൾ ഓരോ ഓപ്ഷനിലല്ല ഉള്ളു, ഓരോ ഓപ്ഷനിലെ ഉള്ളായതുകൊണ്ട് നമുക്ക് അത് തന്നെ ഉറപ്പിക്കാം. ഇനി 2 ഓപ്ഷൻ വന്നിരുന്നെങ്കിൽ ആ 2 ഓപ്ഷൻ മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ക്ലിയർ ആയോ? നിങ്ങളെല്ലാം ഇവിടെ നിന്ന് മൾട്ടിപ്ലൈ നോക്കണമെന്നില്ല, മനസ്സിലായോ? അപ്പോൾ അല്ലാണ്ട് ഇവിടെ നിന്ന് 41 + 7 48. 48 × 5 ചെയ്ത് നോക്കി. വീണ്ടും 19 + 8 27. 27 × 5. അങ്ങനെ സമയം കളയണ്ട. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് ചിന്തിക്കുന്ന രീതിയാണ്. 5ന്റെ ടേബിൾ ആകുമ്പോൾ എന്തായാലും ലാസ്റ്റിൽ 0 5 ആകും. നടുക്ക് വരേണ്ട നമ്പർ എന്തായാലും 5ന്റെ മൾട്ടിപ്പിൾ ആവണമെന്നുള്ള ഉറപ്പായി. അങ്ങനെയാണെങ്കിൽ നടുക്ക് വരുന്ന നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 or 5 ആകണം. അങ്ങനെ വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനകത്തേ ഉള്ളൂ ലാസ്റ്റ് ഡിജിറ്റ് 5 വരുന്നത്. നടുക്കത്തെ നമ്പർ ലാസ്റ്റ് ഡിജിറ്റ് 5 വരുന്നത്. അപ്പോൾ അവിടെ വെച്ചൊന്ന് ഉറപ്പിച്ച് ഇതാണ്. വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. 32 + 3 35 ആണല്ലോ. 32 + 3 35 ആണ്. 35 × 5 ചെയ്ത് നോക്കിക്കോ. നമുക്ക് അത് തന്നെ കിട്ടത്തില്ലേ? അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എന്ത് ചെയ്യാം? അവിടെ ടൈം നമുക്ക് സേവ് ചെയ്യാം. കാരണം നമുക്ക് എക്സാമിന് കിട്ടുന്ന ഓരോ സെക്കൻഡും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു 5 സെക്കൻഡോ 6 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡോ ഇവിടെ നമുക്കൊരു ലാഭിക്കാൻ പറ്റിയാൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്ലിയർ ആയോ? അത് അങ്ങനെയാണ് നിങ്ങൾ എക്സാമിന് ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പോൾ വീണ്ടും 2 നമ്പറാണ്. അപ്പോൾ 2 നമ്പർ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കാം. 11 60. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. അവിടെ 2 നമ്പർ, ഈ 2 പേരിനെ നമുക്ക് ഒരേ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ എന്താണ് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾ ആദ്യം ചിന്തിക്കുമ്പോൾ 11 × 6 66 ആണ്. അപ്പോൾ × 6 66-ൽ നിന്നും ഒരു 6 ഓർത്താൽ 60 ആവും. അതായത് × 6 -6 വരാൻ ചാൻസ് ഉണ്ടോ എന്നൊരു സംശയം തോന്നാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക. 13 × 6 78 ആണ്. അവിടെ -8 ചെയ്താലേ 70 ആവും. അപ്പോൾ ഇതല്ല, ഈ രീതിയിലല്ല. നിങ്ങൾ തൊട്ടടുത്തുള്ള മൾട്ടിപ്പിൾ വീണ്ടും 66 അല്ല, അതിന് മുമ്പുള്ള മൾട്ടിപ്പിൾ നോക്കി. 11 × 5 എത്രയാണ്? 11 × 5 55 ആണ്. ഒരു 5 ആഡ് ചെയ്താൽ 60 ആവത്തില്ലേ? 55-നോട് ഒരു 5 ആഡ് ചെയ്താൽ 60 ആവത്തില്ലേ? ഓക്കെ, അതായത് 5 കൊണ്ട് മൾട്ടിപ്ലൈ ആയിട്ട് എന്ത് ചെയ്യുക? 5 തന്നെ ആഡ് ചെയ്യുക. ഇവിടെ അത് പോസിബിൾ ആണോ നോക്കി. 13 അവിടെയാണ് ടേബിൾ കാണാതെ പഠിക്കുന്നതിൻ്റെ പ്രയോജനം. 13 × 5 65 + 5 70. ക്ലിയർ ആയേ? അതായത് ഇവിടുത്തെ ലോജിക് എന്ന് പറഞ്ഞാൽ × 5 + 5. ക്ലിയർ ആയ? × 5 + 5. ആദ്യത്തെ നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആ കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ 5 ആഡ് ചെയ്യുക. ഓപ്ഷനിലേക്ക് നോക്കുക. 15 × 5 75 + 5 80. അപ്പോൾ ഇത് തന്നെയല്ലേ ആൻസർ? നിങ്ങൾ ബാക്കിയുള്ളതൊന്നും ചെക്ക് ചെയ്യാൻ പോകണമെന്നില്ല, ഇത് തന്നെയാണ് ആൻസർ വരുന്നത്. ഇവിടെ 17 × 5 തന്നെയാണ് 85. അവിടെ 5 ആഡ് ചെയ്തിട്ടില്ല. 21 × 5 105 ആണ്. 19 × 5 ആണ് 95 ആണ്. ഓക്കെ, അപ്പോൾ 95 + 5 ചെയ്താൽ 100 ആകത്തുള്ളൂ. ഇവിടെ +5 ചെയ്താൽ 110 ആവും. അപ്പോൾ എന്തായാലും വേറെ ഓപ്ഷൻ ഒന്നുമല്ല. നമുക്ക് ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നോക്കേണ്ട കാര്യമില്ല. ക്ലിയർ ആയ? അപ്പോൾ അതാണ് ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാണ്. ഇപ്പോൾ ഇവിടെ സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെയാണ്. 13 related to 174 എന്ന് പറയുമ്പം ഇങ്ങനെ ഇതാണ് ഉദ്ദേശിക്കുന്നത്. സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞേക്കുന്നേ ഉള്ളൂ. അതേ ലോജിക്ക് ഫോളോ ചെയ്ത് 15 എന്ന് പറയുന്നത്
230. അങ്ങനെയാണെങ്കിൽ 17 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, 13 174 ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്യുന്ന രീതിയിലാണോ? 161 ആഡ് ചെയ്താൽ പറ്റും. പക്ഷേ ഇവിടെ 161 ആഡ് ചെയ്താൽ 15ൻ്റെ കൂടെ 161 ആഡ് ചെയ്താൽ 176 ആയിരുന്നു പറഞ്ഞത്. പക്ഷേ അതല്ലല്ലോ. അപ്പം സ്പെസിഫിക് നമ്പർ ആഡ് ചെയ്ത് ഇനി ടേബിൾ നോക്കാം. നിങ്ങൾക്ക് ടേബിൾ നോക്കുമ്പോൾ 13ൻ്റെ എന്തായാലും 13 × 10 130 ആണ്. അപ്പോൾ ഇൻറ്റു 10-നേക്കാട്ടിലും വലുതായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പെട്ടെന്നൊരു ടേബിളായിട്ട് തോന്നുന്നില്ല. പക്ഷേ സ്ക്വയർ നമ്പേഴ്സ് കാണാതെ പഠിച്ചവരാണെങ്കിൽ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ പെട്ടെന്ന് പറയാൻ പറ്റും. ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ മൾട്ടിപ്പിളായിട്ട് നിങ്ങൾ എടുക്കണമെന്നില്ല. ഇവിടെ 13ൻ്റെ സ്ക്വയർ കാണാതെ അറിയാവുന്നവർക്ക് ഇവിടെ പെട്ടെന്ന് കണക്ട് ചെയ്യാം. 13ൻ്റെ സ്ക്വയർ എത്രയാണ്? 169 ആണ്. ക്ലിയർ ആയ? 169 ആണ്. അതിൻ്റെ കൂടെ ഒരു 5 ആഡ് ചെയ്താൽ ഈ 174 ആയില്ലേ? 169ൻ്റെ കൂടെ ഒരു 5 ആഡ് ചെയ്താൽ 174 ആയില്ലേ? അതായത് അത് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ നോക്കാം. 15ൻ്റെ സ്ക്വയർ 225 ആണ്, പ്ലസ് 5. അപ്പോൾ ഈ 5 ഫിക്സ് ആണ്. ഈ 5 എന്ന് പറയുന്നത് ഫിക്സ് ആണ്. പ്ലസ് 5 230 കിട്ടുന്നില്ലേ? അപ്പോൾ ഇവിടെ സ്ക്വയർ നമ്പറുകൾ കാണാതെ അറിയാവുന്നവർ അങ്ങനെ ചിന്തിച്ച് നോക്കും. അപ്പോൾ അറിയാത്ത ഒരാൾക്ക് പെട്ടെന്ന് അത് കണക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം സ്ക്വയർ പ്ലസ് 5 ആണ്. അതായത് ഇവിടുത്തെ ലോജിക്ക് എങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുക, അതിൻ്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സെക്കൻഡ് നമ്പർ കിട്ടും. അതാണ് ഇവിടുത്തെ ലോജിക്ക് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ 17ൻ്റെ സ്ക്വയർ 289. ഓക്കെ, 289 പ്ലസ് 5 294 ആൻസർ ആയില്ലേ? അപ്പോൾ ഇങ്ങനെ സ്ക്വയർ അറിയാവുന്നവർക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം? ഓപ്ഷൻ എ ആണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സ്ക്വയർ നമ്പേഴ്സ് പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ, കാണാതെ പഠിച്ചിട്ടില്ലാത്തവരാണ്, നിങ്ങളത് ഇന്ന് തന്നെ പഠിക്കുക. സ്ക്വയർ നമ്പേഴ്സ് നിങ്ങൾ 30 വരെയുള്ള നമ്പറിൻ്റെ കാണാതെ തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നമ്പേഴ്സ് കാണുമ്പോൾ പെട്ടെന്നത് ഓർത്തെടുക്കാനും പറ്റണം. ക്ലിയർ ആയോ? അവിടെ ടെൻഷൻ അടിക്കാതെ പെട്ടെന്ന് സ്ക്വയർ ആണെന്നുള്ള കാര്യം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. അവിടെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അത് സ്ട്രൈക്ക് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെയും പെയറായിട്ടാണ് രണ്ടുപേരുള്ളത്. 5 24 ആയെങ്കിൽ 12 143. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കാണാതെ പഠിച്ചവർക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. എന്താണ് ഇത്? ഞാൻ കൂടുതൽ നിങ്ങൾക്ക് കിട്ടി കാണും. എന്താണ്? 5ൻ്റെ സ്ക്വയർ -1 അല്ലേ 24? 5ൻ്റെ സ്ക്വയർ 25 ആണ്. അതിൽ 1 കുറച്ച് 24 ആയില്ലേ? ഇപ്പോൾ 12 അവിടെ ഇവിടെയും പോസിബിൾ ആണെന്ന് നോക്കുക. അവിടെയും കിട്ടും. 12ൻ്റെ സ്ക്വയർ 144 -1 143. എന്താണ്? ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ -1 ആണ് സെക്കൻഡ് നമ്പർ. പെട്ടെന്ന് എന്ത് ചെയ്യുക? ഓപ്ഷൻ നോക്കുക. ഇവിടെ സ്ക്വയർ കാണാതെ പഠിച്ചവർക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് പറയാം. ആദ്യത്തെ ഓപ്ഷൻ തന്നെ നോക്കുമ്പോൾ കിട്ടുന്നതാണ് 114ൻ്റെ സ്ക്വയർ 196 ആണ്. 1 കുറച്ചാൽ 195. ആൻസർ ആയില്ലേ? അപ്പോൾ അവിടെ വെച്ച് തന്നെ ഉറപ്പിച്ചു. ഓപ്ഷൻ എ ആണ്. ബാക്കിയുള്ള നോക്കാൻ പോകണോ? വേണ്ട. ബാക്കിയുള്ള ഓപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്യാനേ പോകണ്ട. ഇത് തന്നെയാണ് ആൻസർ വരുന്നത്. ഓക്കെ, ബാക്കിയുള്ള ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇപ്പോൾ ഓപ്ഷൻ എ ആണ്. 14 195 എന്നുള്ളതാണ് ഇതേപോലെ വരുന്ന പേര്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 2 ഈസ് റിലേറ്റഡ് ടു 40. ഓക്കെ, 2 എന്ന് പറയുന്നത് 40 ആയി. 5 ഈസ് റിലേറ്റഡ് ടു 250. അങ്ങനെയാണെങ്കിൽ 7 എന്താകും? 7 എന്ന് പറയുന്ന നമ്പർ എന്താകും? ഇപ്പം 240. ഇപ്പം നിങ്ങൾക്ക് അറിയാം, എന്തായാലും ആഡ് ചെയ്ത് പോകുന്നതല്ല. കാരണം നല്ല ഡിഫറൻസ് ഉണ്ട്, നമ്പറുകൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പം മൾട്ടിപ്ലൈ ചെയ്ത് പോകാനാണ് സാധ്യത. അപ്പോൾ 240 എന്ന് പറയുമ്പം നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ വരുന്ന 2 × 20 ആണ്. × 20 എന്നുള്ളൊരു കാര്യം വരാം. പക്ഷേ 5 × 20 100 അല്ലേ? അവിടെ വന്നേക്കുന്നത് 250 അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് പെട്ടെന്ന് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവിടെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയാൽ കിട്ടും. ഇവിടെയും സ്ക്വയർ വെച്ച് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, സ്ക്വയർ വെച്ച് പെട്ടെന്ന് കണക്ട് ചെയ്യാം. 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 അല്ലേ? ആ 4 × 10 ചെയ്താൽ 40 കിട്ടത്തില്ലേ? ഇവിടെ അത് പോസിബിൾ ആണോ നോക്കിയേ. 5ൻ്റെ സ്ക്വയർ 25 ആണ്. × 10 ചെയ്താൽ 250 ആയില്ലേ? അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്പർ അതിൻ്റെ സ്ക്വയർ എടുക്കുക. ആ സ്ക്വയറിനെ എന്ത് ചെയ്യുക? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സെക്കൻഡ് നമ്പർ കിട്ടും. ക്ലിയർ ആയോ? അതായത് 2ൻ്റെ സ്ക്വയർ × 10 ആണ് 40 എന്ന് പറയുന്നത്. 2ൻ്റെ സ്ക്വയർ 4 ആണ്, × 10 ആണ്. 5ൻ്റെ സ്ക്വയർ 25 × 10 ആണ് 250. അങ്ങനെയാണെങ്കിൽ 7ൻ്റെ സ്ക്വയർ × 10 49 × 10 ആണ് ആൻസർ. 490 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. 490 ഓപ്ഷൻ സി ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് സ്ക്വയർ നമ്പറിൻ്റെ കൂടെ 1 കൂട്ടുന്ന കുറയ്ക്കുന്ന രീതിയിൽ മാത്രമല്ല, ഇങ്ങനെ സ്ക്വയറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിലും എന്ത് വരാം? ആൻസർ വരാം. ഇവിടെ 10 എന്ന് പറയുന്ന നമ്പർ ഫിക്സ് ആണ്. ഇവിടെ 10 എന്ന് പറയുന്നത് ഫിക്സ് ആണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിച്ചാലേ അവിടെ നമുക്ക് പെട്ടെന്ന് ആലോചിച്ചെടുക്കാം. സ്ക്വയർ നമ്പർ ഇപ്പോൾ കാണാതെ പഠിച്ചു എന്ന് കരുതിയ ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ വരാമെന്നുള്ളൊരു ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ,
ഓക്കെ, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് MDSന്റെ തന്നെ. 5 128 ആയെങ്കിൽ 9 732 ആവുമെങ്കിൽ അതേപോലെ വരുന്ന പെയർ ഏതാണ്? ഓക്കെ, അപ്പോൾ ഇവിടെ ക്യൂബ് നമ്പേഴ്സ് കാണാതെ പഠിച്ചവർക്ക് എന്ത് ചെയ്യാം? വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാം. ഇവിടെ ക്യൂബ് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ക്യൂബ് നമ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, 15 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബുകൾ കാണാതെ പഠിക്കുക. അത് പഠിച്ചവർക്കാണെങ്കിൽ എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് ഇവിടെ ആലോചിച്ചെടുക്കാം. 5ന്റെ ക്യൂബ് 125 ആണ്. ക്ലിയർ ആയി? അതിൻ്റെ കൂടെ ഒരു 3 കൂടെ കൂട്ടുന്നതാണ് 128. അത് ആ 3 എന്ന് പറയുന്നത് അവിടെ ഫിക്സ് ആണ്. ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് നോക്കാം. 9ന്റെ ക്യൂബ് 729 ആണ്. +3 ചെയ്താൽ എത്ര ആയി? 732 ആയില്ലേ? 729 + 3 എന്ന് പറയുന്നത് 732 ആയില്ല. അപ്പോൾ അങ്ങനെ വരുന്ന പെയർ നോക്കിയേ. 4ന്റെ ക്യൂബ് 64 ആണ്. അപ്പോൾ 64 + 3 67. അപ്പോൾ അതല്ല. 5ന്റെ ക്യൂബ് എത്ര ആണ്? 5ന്റെ ക്യൂബ് 125 ആണ്. അപ്പോൾ അതുമല്ല. 3യുടെ ക്യൂബ് 27 ആണ്. 27 + 3 ചെയ്താൽ 30 ആയില്ലേ? അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. ഫസ്റ്റ് നമ്പറിൻ്റെ ക്യൂബ് എടുക്കുക, അതിൻ്റെ കൂടെ ഒരു 3 കൂട്ടുക. ഈ 3 ഫിക്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? സെക്കൻഡ് നമ്പർ കിട്ടും. ക്ലിയർ ആയി? ഇതാണ് ഇവിടുത്തെ ലോജിക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, ഇത് MDSന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ല, അല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. ഈ ഒരു നമ്പർ അനലോഗിയുടെ തന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. ഇപ്പോൾ 77 എന്നുള്ളത് 11 ആയെങ്കിൽ 259 എന്നുള്ളത് എന്താവും? ഓക്കെ, ഇപ്പം നിങ്ങൾക്കത് സബ്ട്രാക്ട് ചെയ്ത് പോകുന്ന രീതിയിലൊന്നും അല്ലെന്ന് കാണുമ്പോൾ മനസ്സിലാവും. ഇത് മൾട്ടിപ്പിൾ ആണെന്നുള്ളത് ടേബിൾ പഠിച്ചവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിലേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് എന്താണ്? ഡിവൈഡ് ചെയ്യുമല്ലേ? ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 11 ആവുന്നത്? 77നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ? അതായത് ഫസ്റ്റ് നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? സെക്കൻഡ് നമ്പർ കിട്ടും. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേറെ പേരില്ല. ഇവിടെ എന്ത് വരുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിന് എന്ത് വരും? കറസ്പോണ്ടിങ് എന്ത് വരുമെന്നാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യുക? ഡയറക്റ്റ് 259 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഈ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആ കിട്ടുന്ന ആൻസർ ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? വേറെ എന്തെങ്കിലും പോസിബിലിറ്റി നോക്കിയാൽ മതി. ഇപ്പോൾ ഈ ഇത് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പം 3 7s 21 49 7 37 എന്ന് വരത്തില്ലേ? അത് ഓപ്ഷനേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചാൽ ഉറപ്പിക്കാം. ഓപ്ഷൻ ഡി ആണ്. ഒരു പക്ഷേ 37 ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? വേറെ ഏതെങ്കിലും രീതിയിലാണ് അവിടെ കണക്ഷൻ വരുന്നത്. അതെന്താണെന്ന് മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ 37 ആണ് ഇവിടെ ഫൈനൽ ആൻസർ വരും. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും 3 നമ്പറാണ്. അപ്പോൾ 3 നമ്പർ വരുമ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് സാധ്യത? ആ 2 ചെറിയ നമ്പറുകൾ ആഡ് ചെയ്ത് നോക്കുക. 2 ചെറിയ നമ്പറുകൾ ആഡ് ചെയ്ത് നോക്കി. 11 + 15 എന്ന് പറയുന്നത് എന്താണ്? 26 ആണ്. ഓക്കെ, 26 ആണ്. ഈ 26 78 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. 26ന്റെ മൾട്ടിപ്പിൾ ആണ്. 26 × 3 ആണ് എന്തെന്ന് പറയുന്നത്? 78 എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളത് മൾട്ടിപ്ലൈ നോക്കാം. മൾട്ടിപ്ലൈ നോക്കുമ്പോൾ കിട്ടും. അതായത് ചെറിയ ഇവിടെ കമ്പാരിറ്റീവ്ലി ചെറിയ നമ്പറാണ്. 11 15 ഇതിനെ അപേക്ഷിച്ച് ചെറിയ നമ്പർ അല്ലേ? ഇപ്പോൾ 26 ആണ്. 26 × 3 ചെയ്താൽ 78 കിട്ടും. അപ്പോൾ അതേപോലെ വരുന്ന പേര് നോക്കുക. ഇവിടെ ആണെങ്കിൽ 12 + 17 29. 29 × 3 29 × 3 ചെയ്താൽ 87 ആണ് വരുന്നത്. അപ്പോൾ അതല്ല. ഓപ്ഷൻ ബി നോക്കുക. 13 + 19 എത്രയാണ്? 32 ആണ്. അപ്പോൾ ഈ 3 ഫിക്സ് ആണ്. എല്ലാ സമ്മിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ, അതായത് ഫസ്റ്റ് നമ്പർ പ്ലസ് തേർഡ് നമ്പർ × 3 ആണ് എന്ത്? സെക്കൻഡ് നമ്പർ എന്ന് പറയും. അപ്പോൾ ഇവിടെ 32 ഒരു ആഡ് ചെയ്യുമ്പം × 3 ചെയ്താൽ 96 വരത്തില്ലേ? അപ്പോൾ ഇത് തന്നെയാണ് ആൻസർ. 13 + 19 32 വരും. × 3 ചെയ്താൽ 96 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ നോക്കിയാൽ 20 + 10 30 30 × 3 90 വരുന്നുണ്ട്. പക്ഷേ അത് കിട്ടിയെന്ന കാര്യം നിങ്ങൾ ഉറപ്പിക്കരുത്. ഇവിടെ അങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്കി. 25 + 10 35 ആണ്. 35 × 3 ചെയ്താൽ 105 അല്ലേ വരണ്ടേ? 105 അല്ലേ വരണ്ടേ? പക്ഷെ വന്നേക്ക് 135 അല്ലേ? അപ്പോൾ എന്തല്ല? ഇത് കറക്റ്റ് അല്ല. മനസ്സിലായി? നിങ്ങൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക. ഇവിടെ കിട്ടിയെന്ന് കരുതി അത് ഉറപ്പിക്കരുത്. നിങ്ങളിപ്പോൾ അത് നോക്കി ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു ഓപ്ഷനും കിട്ടത്തില്ല. വീണ്ടും നിങ്ങൾ വന്ന് ഇത് നോക്കേണ്ടി വരും. ഇപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യം നോക്കിയിട്ട് തന്നെ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ അത് സാറ്റിസ്ഫൈ ആവുന്നില്ല. അതപ്പോൾ വേറെ എന്തോ പാറ്റേൺ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ സമ്മ് വന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അടുത്ത് നോക്കാനുള്ള ചാൻസ് ഏതാണ്? ഡിഫറൻസ് വെച്ചിട്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് നോക്കാം. 20 ന്ന് 10 മൈനസ് ചെയ്താൽ എത്ര ആണ്? 20 ന്ന് 10 മൈനസ് ചെയ്താൽ 10 ആണ്. ഈ 10 90 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? 10 × 9 90 എന്ന് പറഞ്ഞൂടെ? 10 × 9 90 എന്ന് പറയാം. അപ്പോൾ ഇവിടെ അത് സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ എന്ന് നോക്കി. 25 - 10 25 - 10 എന്ന് പറയുന്നത് 15 അല്ലേ? 15 × 9 ചെയ്താൽ, അപ്പോൾ അവിടെ ടേബിൾ പഠിച്ചു വെച്ചാൽ നമുക്കത് പ്രയോജനമാണ്. 15 × 9 എത്രയാണ്? 135 ആണ്. അപ്പോൾ അത് കിട്ടുന്നില്ല. അപ്പോൾ എന്താണ് ഇവിടെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് നമ്പർ മൈനസ് തേർഡ് നമ്പർ, ഓക്കെ, × 9 ആണ്. ആ 9 ഫിക്സ് ആണ്. ക്ലിയർ? ആ 9 ഫിക്സ് ആണ്. അന്നേരമാണ് എന്ത് കിട്ടുന്നത്? നടുക്കത്തെ നമ്പറായിട്ടുള്ള ആ നമ്പർ കിട്ടുന്നത്. അപ്പോൾ അതേപോലെ വരുന്ന പാറ്റേൺ നോക്കി. 22 - 7 15 15 × 9 150 അല്ല. അപ്പോൾ അതല്ല.
അടുത്ത ഓപ്ഷൻ 19 മൈനസ് 15 4 4 ഇൻറ്റു 9 36 അല്ലേ വരണ്ടേ, അപ്പോൾ അതുമല്ല. 18 മൈനസ് 10 8 8 ഇൻറ്റു 9 72 കിട്ടിയില്ലേ, അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ ഡി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ വെച്ചാൽ ആൻസറായി. ഓപ്ഷൻ സി ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 225 എന്നുള്ളത് 210 ആയെങ്കിൽ 324 എന്താവും? അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആ ഒരു കണക്ഷൻ വരുന്നത് നോക്കുക. ഇപ്പോൾ ഇവിടെ അടുത്തടുത്തുള്ള നമ്പറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ കാണുമ്പോൾ തോന്നുന്നത് എന്താണ്, 15 സബ്ട്രാക്ട് ചെയ്താണ്. 15 സബ്ട്രാക്ട് ചെയ്താൽ 210 ആവും. ഇവിടെയും 15 സബ്ട്രാക്ട് ചെയ്താൽ 324 15 സബ്ട്രാക്ട് ചെയ്താൽ എത്രയാണ് വരുന്നത്? 309. 309 അല്ലേ വരേണ്ടത്, പക്ഷേ അത് ഓപ്ഷനിലുണ്ടോ? അത് ഓപ്ഷനേ ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ കണ്ടുപിടിച്ച ഒരു പാറ്റേൺ എന്താണ്, തെറ്റാണ്. പിന്നെ അടുത്ത ചാൻസ് എന്താണെന്ന് നോക്കി, ഈ 15 ആണ് കുറച്ചത്, അത് ഓക്കെ. ആ 15 കുറയ്ക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടോ നോക്കി. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്ക്വയർ നമ്പറുകൾ കാണാതെ പഠിക്കുന്നതിൻ്റെ പ്രയോജനം. ഈ 225ൻ്റെ പ്രത്യേകത എന്താണ്, അതൊരു സ്ക്വയർ നമ്പർ അല്ലേ. 225 എന്തിൻ്റെ സ്ക്വയർ ആണ്? 15ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ആ 15 ആണ് അതുകൊണ്ട് അവിടെ കുറച്ചത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്പറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. എന്ത് സബ്ട്രാക്ട് ചെയ്യണം? ആ നമ്പറിൻ്റെ റൂട്ട് തന്നെ സബ്ട്രാക്ട് ചെയ്യണം. ക്ലിയർ ആയ? അങ്ങനെയാണ് നമുക്ക് സെക്കൻഡ് നമ്പർ കിട്ടുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, മനസ്സിലായി? അതായത് ആ നമ്പർ ഏതിൻ്റെ സ്ക്വയർ ആണോ അതിൽ നിന്ന് കുറയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഇതൊരു സ്ക്വയർ നമ്പറായിട്ട് വരണ്ടേ? ആണ്, സ്ക്വയർ നമ്പർ ആണ്. എന്തിൻ്റെ സ്ക്വയർ ആണ്? 18ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 324 മൈനസ് 18 306 ആണ് ഫൈനൽ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഫൈനൽ ആൻസർ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം ആ ഒരു സ്ക്വയർ നമ്പറുകൾ പഠിച്ചു വെച്ചാൽ മാത്രം പോരാ, അത് കാണുമ്പം സ്ക്വയർ നമ്പർ ആണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെ അവിടെ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ 1 8. അപ്പം നോർമലി ചിന്തിക്കുകയാണെങ്കിൽ 7 ആഡ് ചെയ്യുന്ന രീതിയിലാണ്, പക്ഷേ ഇവിടെ 7 ആഡ് ചെയ്യുന്ന രീതിയിൽ ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ പിന്നെ ആലോചിച്ചാൽ ഈ നമ്പേഴ്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇനി ഇൻറ്റു 8 നോക്കാം. ഇൻറ്റു 8 നോക്കിയാലും അതേപോലെ വരുന്ന ഓപ്ഷൻ ഇല്ല. അപ്പം അടുത്ത നിങ്ങൾ നോക്കേണ്ടത് എന്തെങ്കിലും പ്രത്യേക സ്ക്വയറോ ക്യൂബോ വല്ലോ ആണോ? ഈ 1 എന്ന് പറയുന്നത് സ്ക്വയറായിട്ടും പറയാം ക്യൂബായിട്ടും പറയാം. 1ൻ്റെ തന്നെ സ്ക്വയറുമാണ് 1ൻ്റെ ക്യൂബുമാണ്. പക്ഷേ 8 പറയുമ്പോൾ 8 ആരുടെ സ്ക്വയർ അല്ല, 82ൻ്റെ ക്യൂബ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ ഓപ്ഷൻ നോക്കിയാൽ ഇവിടെ ഫസ്റ്റ് നമ്പർ സ്ക്വയർ വരുന്ന ഓപ്ഷൻ നോക്കാം. ഇവിടെ 9 ഉണ്ട്, പിന്നെ ഫസ്റ്റ് നമ്പർ സ്ക്വയർ വരുന്ന ഓപ്ഷൻ 16 ഉള്ളൂ. അപ്പോൾ ഇവിടെ സെക്കൻഡ് നമ്പർ ക്യൂബ് ആണോ വരുന്നത്? ഈ കേസിൽ സെക്കൻഡ് നമ്പർ ക്യൂബ് അല്ല, അപ്പം ഇത് വരത്തില്ല. ഇവിടെ സെക്കൻഡ് നമ്പർ ക്യൂബ് അല്ല, സെക്കൻഡ് നമ്പർ സ്ക്വയർ തന്നെയാണ്. അപ്പം നമുക്ക് എന്തായാലും അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഫസ്റ്റ് നമ്പർ എന്തായിട്ട് തന്നെ എടുക്കുക, ഫസ്റ്റ് നമ്പറും ക്യൂബായിട്ട് തന്നെ എടുക്കുക. ഞാൻ പറഞ്ഞാൽ ലോജിക്ക് മനസ്സിലായോ? സെക്കൻഡ് നമ്പർ എന്തായാലും ക്യൂബാണ്. അപ്പം ഫസ്റ്റ് നമ്പർ സ്ക്വയർ ആണോ ക്യൂബാണോ നമുക്കൊരു സംശയം വന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്ക്വയർ ആണെന്ന രീതിയിൽ ചിന്തിച്ചാൽ ഇവിടെ ആദ്യത്തെ നമ്പർ സ്ക്വയർ വരുന്ന ഓപ്ഷൻസ് ഇത് രണ്ടുമാണ്. പക്ഷേ അവിടെ സെക്കൻഡ് നമ്പർ എന്തല്ല, ക്യൂബ് അല്ല. അപ്പോൾ പിന്നെ ആ രീതിയിലല്ല. അപ്പം ഈ നമ്പർ നിങ്ങൾ എന്തായിട്ട് വിചാരിക്കുക, ക്യൂബായിട്ട് വിചാരിക്കുക. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ അടുത്തടുത്തുള്ള 2 നമ്പറിൻ്റെ ക്യൂബ് അല്ലേ, 1ൻ്റെ ക്യൂബ് 2ൻ്റെ ക്യൂബ്. ഓക്കെ, അടുത്തടുത്തുള്ള 2 നമ്പറിൻ്റെ ക്യൂബുകളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഓപ്ഷൻ നോക്കി, അതായത് രണ്ടും ക്യൂബ് തന്നെ വരണം. 2 ഓപ്ഷന് ക്യൂബ് വരുന്ന ഒരേ ഒരു ഓപ്ഷൻ, ഓപ്ഷൻ സി. അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആണോ? ആണ്. 2ൻ്റെ ക്യൂബ് 3യുടെ ക്യൂബ്. ശരിയല്ലേ? ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പം നല്ല വൃത്തിക്ക് നമ്മൾ സ്ക്വയറുകളും ക്യൂബുകളും ആ നമ്പർ കാണുമ്പോൾ നമുക്ക് തിരിച്ചത് ക്യൂബാണ് സ്ക്വയർ ആണെന്ന് ചിന്തിക്കാൻ പറ്റണം. അങ്ങനെ ചിന്തിക്കാൻ പറ്റിയാൽ ആൻസർ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് നല്ലതായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, ദിശ ആപ്പ് വഴി നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവിടെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.